ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 4 വീഡിയോകളിലായി വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എറൗണ്ട് 65 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 66. A source of sound gives 5 beats per second when sounded with another source of frequency 100 per second. The second harmonic of the source, together with a source of frequency 205 per second, gives 5 beats per second. What is the frequency of the source? അപ്പോൾ നമ്മുടെ ഒരു സോഴ്സിനെ നമുക്ക് ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യാം. സേ എൻ എ എന്ന് നമുക്ക് എടുത്താൽ ഇവിടെ പറയുന്നത് ഒരു 100 സെക്കൻഡ് പെർ സെക്കൻഡുമായിട്ട് സൗണ്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബീറ്റ്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട എൻ എയുടെ ഫ്രീക്വൻസി എത്രയായിരിക്കും? അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം അവയുടെ ഡിഫറൻസ് ആണല്ലോ നമുക്ക് 5 ആയിട്ട് കിട്ടുക. ഒന്നുകിൽ എൻ എ ഈസ് ഗ്രേറ്റർ ദാൻ എൻ പി ഓർ എൻ പി ഈസ് ഗ്രേറ്റർ ദാൻ എൻ എ. അത് ബേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം രണ്ടാമത്തെ ഫ്രീക്വൻസി 100 ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ 100 + 5 ആയിരിക്കാം, എന്ന് പറഞ്ഞാൽ 105 ആകാം. അല്ലെങ്കിൽ രണ്ടാമത്തത് 100 - 5 ദാറ്റ് ഈസ് 95 ആകാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആൻസർ ഒന്നുകിൽ 105 അല്ലെങ്കിൽ 95. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു, ദ സെക്കൻഡ് ഹാർമോണിക് ഓഫ് ദ സോഴ്സ്. അപ്പോൾ എന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഹാർമോണിക് 2 ടൈംസ് എടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ടുഗദർ വിത്ത് എ സോഴ്സ് ഓഫ് ഫ്രീക്വൻസി ഓഫ് 205. അപ്പം 205 ഫ്രീക്വൻസിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്കുമായിട്ട് നമ്മൾ സൗണ്ട് ചെയ്യുന്ന സമയത്ത് 5 ബീറ്റ്സ് നമുക്കുണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട 2 കേസസ് ആണ്, 105ഉം അതോടൊപ്പം 95ഉം ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഡബിൾ ഫ്രീക്വൻസീസ് വരുമ്പോൾ നമുക്ക് 105 വരുമ്പോൾ നമുക്കത് 210 ആയിട്ട് നമുക്ക് എടുക്കാം, സെക്കൻഡ് ഹാർമോണിക് എന്നുള്ള സെൻസിൽ വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് 190 എന്നൊരു കൺസെപ്റ്റിലേക്ക് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ആരോടൊപ്പമാണ് സൗണ്ട് ചെയ്യേണ്ടത്? 205 ആയിട്ടാണ്. അപ്പോൾ 205 ആയിട്ട് സൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 5 ആണ്. അപ്പം ഈ ഒരു കേസിൽ മാത്രമേ നമുക്ക് ബീറ്റ് ഫ്രീക്വൻസി എത്രയായിട്ട് കിട്ടൂ? 5. ഇവിടെ വരുമ്പോൾ അത് 15 ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് ഈ കേസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് യെസ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും വി ഗെറ്റ് ദ ആൻസർ ആസ് സി എസ് ദി ആൻസർ. So 105 തന്നെ ആയിരിക്കണം. So that is a very important one. Good. So we can move with the next question, number 67. For production of beats, the 2 sources must have. അപ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയർലി ഈക്വൽ ഫ്രീക്വൻസി അവയുടെ ഡിഫറൻസ് ആണ് നമ്മൾ ബീറ്റ്സ് എന്നുള്ള ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ പറയാം. നമ്മൾ സാധാരണ ഒരേ അടുത്ത ഫ്രീക്വൻസീസ് ഉള്ള 2 സോഴ്സസ് തമ്മിൽ, സൗണ്ട് വേവ്സ് തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന മാക്സിമം ആൻഡ് ദ മിനിമം, അതിനെയാണ് നമ്മൾ ബീറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷനായിട്ട് നമ്മൾ പറയേണ്ടത്. പിന്നെ ഇവിടെ മറ്റ് ചില കേസസ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം, അത് മസ്റ്റായിട്ടുള്ള ഒരു കണ്ടീഷനല്ല. അപ്പം ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻ്റ് ആകുമ്പോൾ ഉറപ്പായിട്ടും മിനിമവും മാക്സിമം ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ബീറ്റ്സിനെ അത് അഫക്റ്റ് ചെയ്യും. പക്ഷേ ബീറ്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഫേസുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം ഓഫ് ഒക്കറിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് ആണ്. വി കൻ കോട്ട് ആസ് ബി എസ് ദി ആൻസർ. നമ്പർ 68. A wave has SHM of whose period is 4 seconds. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/4 ആണ്. And another wave which also possesses HSM has its period as 3 seconds. That is the frequency for the second one എന്ന് പറയുന്നത്. It is equal to 1/3 ആയിട്ട് നമുക്ക് എടുക്കാം. If both are combined, then the resultant wave have the period equal to. സോ രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ
അവയുടെ ടൈം പീരീഡ് എന്താണ്? അപ്പോൾ ഇവിടെ നിയർലി ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസീസ് ആയതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാം ബീറ്റ്സ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവിടെ ബീറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരുമിച്ച് ചേരുമ്പോൾ അവയുടെ ഫ്രീക്വൻസി ഡിഫറൻസ് എന്ന് പറയുന്നത് സേ F2 മൈനസ് F1 എന്ന് പറയുന്നത് വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 മൈനസ് 1/4. സോ 4 മൈനസ് 3 ആസ് 1/12 എന്ന് നമുക്ക് കിട്ടി. സോ അതിനെ നമുക്ക് ടൈം പീരീഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ടൈം പീരീഡ് എന്ന് പറയുന്നത് 12 സെക്കൻഡ്സ് ആയിട്ട് നമുക്ക് എഴുതാം. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് എ സി ചോയ്സ്. We can move with the next question, number 69. If the amplitude of sound is doubled and the frequency is reduced to 1/4, the intensity of sound at the same point will be. Intensity wave മായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയുമ്പോൾ I is equal to 1/2 rho v omega square into amplitude square. So that is the concept. വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2πf ആയിട്ട് നമുക്ക് പറയുമ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം I proportional to f square and amplitude square. So that is the very important concept. സോ നമുക്ക് രണ്ടാമത്തെ കേസ് വരുമ്പോൾ ഇവിടെ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഡബിൾഡ് ആൻഡ് ഫ്രീക്വൻസി ഈസ് റെഡ്യൂസ്ഡ് ടു 1/4. സോ എഫ് ഡാഷ് സ്ക്വയർ എ ഡാഷ് സ്ക്വയർ. So what is f dash? F dash is 1/4. So that is f by 4 that much square into amplitude. It is doubled 2a that much square. So that is proportional to f square by 16 into 4 times a square. So that is proportional to 1/4 of that initial. That is the very important concept. So we can say the decreasing by a factor of 4. So we can move with the question number as a 70. Two cars moving in opposite directions approach each other with a speed of 22 and 16.5 meter per second. The driver of the first car blows a horn having a frequency 400 hertz. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ ആയിട്ടുള്ള അവൻ്റെ ഫ്രീക്വൻസി ഓർക്കുക, ഇറ്റ് ഈസ് 400 ഹെർട്സ് ആണ്. ദ ഫ്രീക്വൻസി ഹേർഡ് ബൈ ദ ഡ്രൈവർ ഓഫ് ദ സെക്കൻഡ് കാർ ഈസ്, വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് ആസ് എ 340 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം രണ്ട് കാറുകൾ, നമുക്കിവിടെ ആദ്യത്തെ കാർ എ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി ആസ് എ 22 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ കാറ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് ആൻഡ് ഇറ്റ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് എ 16.5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആദ്യത്തെ കാർ ദാറ്റ് ഈസ് 22 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി പോകുന്ന ആൾ ഒരു ഹോൺ ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോപ്ലർ ഫ്രീക്വൻസി. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം ദാറ്റ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു f0 ഇൻറ്റു ദാറ്റ് ഈസ് v മൈനസ് വി ഡി ദാറ്റ് ഡിവിഷൻ ബൈ വി മൈനസ് വി എസ്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ ഡിറ്റക്ടർ എന്ന് പറയുന്നത് സോഴ്സിനടുത്തേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പം സൗണ്ടിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. സോ വി പ്ലസ് വി ഡി ബൈ വി മൈനസ് വി എസ് ഇസ് ഈക്വൽ ടു f0 നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 400 ഹെർട്സ് ഇൻറ്റു ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ആസ് 340 പ്ലസ് ലിസണറുടെ സ്പീഡ് എന്ന് പറയുന്നത് 16.5 ബൈ that 340 minus that source speed is 22. So that is equal to 400 into നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് 356.5 by 340 minus 22 as 318. So that is equal to as 448.42 hertz. So that means we get the answer as a C choice. We can move with the question number 71. A siren emitting a sound of frequency 800 hertz, so f0 is nothing but 800, moves away from an observer towards a cliff at a speed of 15. So ഒരു observer ഉണ്ടെന്ന് വിചാരിക്കുക, that is observer, that source is moving towards a cliff. Yes, that is it is moves with a speed of that source is moving with a speed of 15 meter per second.
then the frequency of the sound the observer hears in the echo reflected from the cliff. സോ ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വേവിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഡിറ്റക്ടർ റെസ്റ്റിലാണെന്നുള്ള കാര്യം ഓർക്കുക. സോ വി മൈനസ് 0 ബൈ ദാറ്റ് വി. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സോഴ്സിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സോഴ്സിൻ്റെ മൂവ്മെൻറ്റ് അത് മൂവ് ചെയ്യപ്പെടുന്ന സൗണ്ടുമായിട്ടുണ്ട്, ഡയറക്ഷനുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ വി ഗെറ്റ് ആസ് ദിസ് ഈസ് ദ റിലേഷൻ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 800 ഇൻറ്റു ദാറ്റ് 330 ബൈ ദാറ്റ് 330 മൈനസ് 15. So that is equal to 800 into that 330 by 315. So that is equal to that we get the answer as 838.1 hertz. So we get C as the choice. We can move with the next one, number 72. A source of sound is emitting waves of frequency 100 hertz and an observer O located at some distance from each other. The source is moving at a speed of 19.4 meter per second at an angle of 60 degree. With the source observer line as shown in the figure. The observer is at rest. The apparent frequency observed by the observer is. അപ്പോൾ നമ്മൾ ഡോപ്ലർ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ടും തമ്മിൽ ഒരു ലൈനിലുള്ള മോഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവിടുത്തെ റിലേറ്റീവ് മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടുത്തെ നമ്മളുടെ ഡിറ്റക്ടറുടെ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം, ദ സോഴ്സ് ഈസ് മൂവിങ്. ഓക്കെ, സോഴ്സ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി അറ്റ് ആൻ ആംഗിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ വെലോസിറ്റിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എലോങ് ദ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ വി കോസ് 60 നമ്മൾ കൺസിഡർ ചെയ്യണം. ആസ് ദ വെലോസിറ്റി ഓഫ് ദ സോഴ്സ് എന്ന് പറയുമ്പോൾ 19.4 ഇൻറ്റു കോസ് 60. That is equal to 19.4 into cos 60 is what? 1/2. So നമുക്ക് എത്ര കിട്ടി ആ വാല്യൂ? 9.7. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡോപ്ലറിലെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് F0 ഇൻറ്റു ദാറ്റ് ഡിറ്റക്ടർ ഈസ് അറ്റ് റെസ്റ്റ് ഓർമ്മയിരിക്കട്ടെ. സോ വി മൈനസ് വി എസ് അപ്രോച്ചസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. സോ 100 ഇൻറ്റു ദാറ്റ് സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഗിവൺ ആസ് 330 ബൈ 330 minus 9.7. So that is equal to 103.02 hertz. So we get the choice as A. So we can move with the question number 73. A speeding motorcyclist sees a traffic jam ahead of him. He slows down to 36 km per hour. He finds that the traffic has eased and a car moving ahead of him at 18 km per hour is honking at a frequency of 1392 hertz. If the speed of sound is 343, the frequency of the honk as had by him will be. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ലിസണർ അല്ലെങ്കിൽ ഡിറ്റക്ടർ എന്നുള്ള കൺസെപ്റ്റിൽ ഇറ്റ് ഈസ് മൂവ്സ് വിത്ത് ദാറ്റ് സ്പീഡ് ഓഫ് 36 കിലോമീറ്റർ പെർ അവർ. നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ആസ് 10 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത് നമ്മുടെ ഓവർടേക്ക് ചെയ്ത ആൾ അദ്ദേഹമാണ് ഹോങ്കി ചെയ്യുന്നത്. സോ നമുക്കതിനെ സോഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് മൂവ് ചെയ്യുന്നത് 18 കിലോമീറ്റർ പെർ അവർ ആണ്. സോ 5/18 ദാറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ അപ്പാരൻ്റ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് ഒറിജിനൽ ഇൻ ടു വി മൈനസ് ദാറ്റ് ഡിറ്റക്ടർ. അപ്പോൾ ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ സോഴ്സിൻ്റെ ഡയറക്ഷനിൽ നിന്നുള്ള സൗണ്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഉറപ്പായിട്ട് അവ തമ്മിൽ ഓപ്പോസിറ്റാണ്. ദ ഡിവിഷൻ ബൈ അതോടൊപ്പം സോഴ്സിൻ്റെ മോഷനും സൗണ്ടിൻ്റെ മൂവ്മെൻറ്റും ഡിഫറൻ്റ് ആയതുകൊണ്ട് വി ഹാവ് ടു വി പ്ലസ് വി എസ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് 1392 ഇൻറ്റു ദറ്റ് സ്പീഡ് ഓഫ് സൗണ്ട് ആസ് 343 പ്ലസ് വി ഡിറ്റക്ടർ ദാറ്റ് ഈസ് 10 ഡിവിഷൻ ബൈ division by 343 plus source as 5. So that is equal to, we get the answer 1412 hertz. So that is the answer for question number 73. So we can move with the question number 74. A train moving at a speed of 220 meter per second towards a stationary object emits a sound of a frequency 1000 hertz. Some of the sound reaching
the object gets reflected back to the train as echo, the frequency of the echo as detected by the driver of the train is. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സി സോഴ്സ് അത് എമിറ്റ് ചെയ്യുന്നു, ഒരു സ്റ്റേഷനറി ഓബ്ജക്റ്റിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സി ഫസ്റ്റ് കേസായിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റേഷനറി ഓബ്ജക്റ്റിലേക്ക് എത്തുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് ഒറിജിനൽ ഫ്രീക്വൻസി ഇൻറ്റു അവിടെ ഡിറ്റക്ടർ റെസ്റ്റ് ആയതുകൊണ്ട് വി മൈനസ് വി എസ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ കേസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡിറ്റക്ടർ എന്ന് പറയുന്ന അദ്ദേഹം സോഴ്സായിട്ട് മാറുകയാണ്. അദ്ദേഹം കൊടുക്കുന്ന ഫ്രീക്വൻസി എഫ് ഡാഷ് ആണ്. അപ്പോൾ അത് ഹേർഡ് ബൈ ദ നമ്മുടെ ട്രെയിനിൻ്റെ ഡ്രൈവർ ആകുമ്പോൾ അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഫ്രീക്വൻസി എഫ് ഡാഷ് ആണ്. ദാറ്റ് മച്ച് ഇൻ ടു, അപ്പോൾ അവിടെ ഓർക്കേണ്ടത് നമ്മളുടെ ഡിറ്റക്ടർ എന്ന് പറയുന്നത് മൂവ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഓർക്കുക. ദ ഡിവിഷൻ ബൈ അവിടെ സോഴ്സ് എന്ന് പറയുന്നത് റെസ്റ്റിലുള്ള ഓബ്ജക്റ്റാണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എഫ് ഡാഷ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് എഫ് സീറോ ഇൻറ്റു ദാറ്റ് വി ബൈ വി മൈനസ് വി എസ് ഇൻറ്റു വി പ്ലസ് വി ഡി ദാറ്റ് ഡിവിഷൻ ബൈ വി. അപ്പോൾ നമുക്ക് വിയും വിയും ക്യാൻസൽ ആയാൽ റിഫ്ലക്റ്റഡ് കേസ് വരുമ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടി ഓർക്കുക. ദാറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് ഈക്വൽ ടു എഫ് സീറോ ഇൻറ്റു വി പ്ലസ് വി ഡി ബൈ വി മൈനസ് വി എസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഒ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 ക്യൂബ് ഇൻറ്റു 330 പ്ലസ് 220 ബൈ 330 ദാറ്റ് ഈസ് മൈനസ് 220. So that is equal to, on solving, we get the value as 5,000. So C is the answer. We can move with the question number 75. The driver of a car traveling with a speed 30 meter per second towards a hill sounds a horn of frequency 600. If the velocity of the sound in air is 330, the frequency of reflected sound as heard by the driver is. നമ്മൾ നേരത്തെ എഴുതിയ അതേ ഫോർമുല തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർക്കുക. ദാറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് സീറോ ഇൻറ്റു ദാറ്റ് ഈസ് വി പ്ലസ് വി ഡിറ്റക്ടർ ബൈ വി മൈനസ് വി ഡിറ്റക്ടർ വി എസ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് സീറോ എന്ന് പറയുന്നത് ഇവിടെ 600 ആണ്. ദാറ്റ് വി എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഈസ് 330, ദാറ്റ് ഈസ് പ്ലസ് 30, ദാറ്റ് ഈസ് ബൈ വി മൈനസ്. അപ്പോൾ 330 മൈനസ് ഒരേ സോഴ്സ് പിന്നെ ഡിറ്റക്ടറായി മാറുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും സ്പീഡ് ഒന്ന് തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 600 ഇൻറ്റു ദാറ്റ് ഈസ് 360 ബൈ ദാറ്റ് ഈസ് 300. So on solving we get the answer as 720. B as the answer. We can move with the question number 76. A car is moving towards a high cliff. The car driver sounds a horn of frequency F. The reflected sound heard by the driver has a frequency double F. If V be the velocity of the sound, then the velocity of the car in the same velocity units will be. So that is we needed to find it. അപ്പോൾ നമുക്കറിയാം that apparent frequency heard because of the reflection is that actual frequency into V plus Vd by V minus Vs. But this frequency is given as what? എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഡബിൾ ഫ്രീക്വൻസി എന്നാണ് നമുക്ക് തന്നിരിക്കുക. സോ വി പ്ലസ് യു ബൈ വി മൈനസ് യു. അപ്പോൾ എഫ് സീറോ നമുക്ക് ക്യാൻസൽ ആകാം. ദെൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ 2v മൈനസ് 2u എന്ന് പറയുന്നത് വി പ്ലസ് യു ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഈക്വൽ ടു 3u ആയി. therefore u ഈക്വൽ ടു വി ബൈ 3 ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. സി എസ് ദി ചോയ്സ്. We can move with the question number 77. An observer moves towards a stationary source of sound with a speed of 1/5 of the speed of sound. The wavelength and frequency of the sound emitted are lambda and f. The apparent frequency and wavelength recorded by the observer are respectively. Look. നമുക്കറിയാം അപ്പാരൻ്റ് ഫ്രീക്വൻസി എഫ് ഡാഷ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു വി പ്ലസ് ദ വെലോസിറ്റി ഓഫ് ദ ഡിറ്റക്ടർ ഓർ ലിസണർ ബൈ വി. സോ ഇറ്റ് ഈസ് ഗിവൺ ആസ് എസ് ഈക്വൽ ടു
detector velocity is v by 5 by v, so that is equal to f into 6v by 5 by v. So നമുക്ക് v cancel ആക്കാം. We get the value as 6 by 5 times ff, that is equal to 1.2 f. അപ്പോൾ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരുന്നു, ബട്ട് വേവ് ലെന്ത് റിമൈൻസ് സെയിം ആണെന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ വി ക്യാൻ ടേക്ക് സി എസ് ദി ആൻസർ. We can move with the question number as 78. A whistle of frequency 385 Hz rotates in a horizontal circle of radius 50 cm at an angular speed of 20 radian per second. The lowest frequency heard by the listener a long distance away at rest with respect to the center of the circle, given the velocity of the sound to 340 meter per second. So here that apparent frequency, the low frequency ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് f0 ഇൻറ്റു ദാറ്റ് ഡിറ്റക്ടർ അറ്റ് റെസ്റ്റ് ആണ്, വി പ്ലസ് വി എസ് ആയിരിക്കും വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു f0 എന്ന് പറയുന്നത് 385 ഇൻറ്റു ദാറ്റ് സ്പീഡ് എന്ന് പറയുന്നത് 340 ആണ് ബൈ ആസ് 340 പ്ലസ് സോഴ്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വി എന്ന് പറയുന്നത് നമുക്ക് 6 ഒമേഗ ആയിട്ട് എടുത്താൽ ദാറ്റ് ഈസ് 0.5 ഇൻറ്റു ദാറ്റ് ഒമേഗ എന്ന് പറയുന്നത് 20 ആയിട്ട് എടുത്താൽ നമുക്കത് 10 ആയിട്ട് കിട്ടും. സോ 10 ആയിട്ട് കിട്ടിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 385 ഇൻറ്റു 340 ബൈ 350. So you get the answer as 374 Hz. So we get C as the choice. And we can move with the question number 79. A source and an observer move away from each other with a velocity of 10 meter per second with respect to ground. If the observer finds the frequency of the sound coming from the source is 1950, then the original frequency of the source is. അപ്പോൾ നമുക്കത് ബേസ് ചെയ്തിട്ട് രണ്ടും എവേ എന്നുള്ള കൺസെപ്റ്റാണ് പറയുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ സോഴ്സിൽ നിന്ന് സൗണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, സൗണ്ട് ഇങ്ങനെ വരുന്നു, സോഴ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, സൗണ്ട് ഇങ്ങനെ വരുന്നു, നമ്മുടെ ഡിറ്റക്ടറും അങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ അപ്പാരൻ്റ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ f0 ഇൻറ്റു നമുക്ക് v മൈനസ് വി ഡി. അപ്പോൾ വി ഡിയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് സൗണ്ട് മൂവ് ചെയ്യുന്നത്, സോ അത് പ്ലസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. പക്ഷേ സോഴ്സ് മൂവ് ചെയ്യുന്നത് എവേ ഫ്രം ആണ്, സോ നമുക്ക് മൈനസ് സൈൻ കൊടുക്കുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറി. സോ വി ഗെറ്റ് ദ വാല്യൂ ഫോർ f0 ഈക്വൽ ടു f ഡാഷ് ഇൻറ്റു വി പ്ലസ് വി എസ് ബൈ വി മൈനസ് വി ഡി. എഫ് ഡാഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസി 1950 ആണ്. സോ വി എസ് 340 പ്ലസ് ദാറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് 10 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. രണ്ടും ഒരേ വെലോസിറ്റിയാണ്. സോ 340 മൈനസ് 10. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1950 ഇൻറ്റു 350 ബൈ ദാറ്റ് 330. So on solving you get the value 2068 Hz. So that means we get B as the answer. Then we can move with question number 80. A vehicle with a horn of frequency n is moving with a velocity of 30 meter per second in a direction perpendicular to the straight line joining the observer and the vehicle. The observer perceives the sound to have a frequency of n plus n1. Then അപ്പോൾ നമുക്ക് ഒരു കാര്യം ഓർക്കണം, ഇത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണെങ്കിൽ വെലോസിറ്റി കമ്പോണൻറ്റ് 0 ആകും, അതുകൊണ്ട് തന്നെ ഡോപ്ലർ എഫക്റ്റ് ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം ഓർക്കുക. സോ ബി എസ് ദി ആൻസർ. We can move with the question number 81. A star which is emitting radiation at a wavelength of 5000 Armstrong is approaching the Earth with a velocity of 1.5 into 10 to the power of 6. The change in wavelength of the radiation as received on the Earth is. നമുക്കറിയാം ദാറ്റ് അപ്പാരൻ്റ് ചേഞ്ച് ഇൻ വേവ് ലെന്ത് വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിനൽ എന്ന് പറയുന്നത് വി ബൈ സി ആണ്. സോ ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് വി ക്യാൻ സേ ലാംഡ ഇൻ ടു വി ബൈ സി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 10 to the power of minus 7. That is 5000 Armstrong. Speed എന്ന് പറയുന്നത് 1.5 into 10 to the power of 6 by that 3 into 10 to the power of 8. On solving, you will get the value as
as 25 into 10 to the power of minus 10. So that is equal to 25 angstrom. So we get the answer as a C choice. നമ്മുടെ വേവ്സ് ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്പർ 82. The two trains move towards each other with a speed, same speed. The speed of sound is 340. If the height of the tone of the whistle of one of them heard on other changes 9/8 times, then the speed of each train should be. അപ്പം നമുക്ക് കേൾക്കുന്ന അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് എന്ന് പറയുന്നത് 9/8 എന്നാണ് പറയുക. അപ്പോൾ രണ്ടും, അപ്പോൾ നമ്മുടെ സോഴ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അപ്പോൾ സൗണ്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് എടുക്കുക. നമ്മുടെ ഡിറ്റക്ടർ ദാറ്റ് ഈസ് അപ്രോച്ചിങ് ദാറ്റ് വൺ. അപ്പോൾ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓർക്കുക, ദാറ്റ് ഈസ് അവർ ഹിയർ ദാറ്റ് ഡിറ്റക്ടർ ഈസ് മൂവിങ് ഓപ്പോസിറ്റ് ടു ദാറ്റ്. സോ അതുകൊണ്ട് തന്നെ അവിടെ മൈനസ് സൈൻ വരുമെന്നുള്ള കാര്യം ഓർക്കുക. രണ്ടും ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. എഫ് ഡാഷ് ഈസ് വാട്ട്, എത്ര എന്നാണ് നമ്മളോട് പറയുന്നത്? 9/8 ടൈംസ് എന്നാണ് നമ്മളോട് പറയുക. സോ F0 ഇൻറ്റു ദാറ്റ് ഈസ് V പ്ലസ് U ബൈ V മൈനസ് U. സോ നമ്മളൊന്ന് ക്രോസ് ചെയ്താൽ 9V മൈനസ് 9U ഈസ് ഈക്വൽ ടു 8V പ്ലസ് 8U. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ദേ. സോ അങ്ങനെ വരുമ്പോൾ 9V മൈനസ് 8V ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു 9U plus 8U, that is 17U. So U is equal to 340 by 17. So that is equal to 20, around 20 meter per second, and we get A as the choice. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പല പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ തിയറി നന്നായിട്ട് അറിയുന്ന സ്റ്റുഡൻസിന് മാത്രമേ അത് പോസിബിൾ ആകൂ. സോ ഒന്നുകൂടെ ആ തിയറി നന്നായിട്ട് വായിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കൂ. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.